എല്ലാവർക്കും നമസ്കാരം. നീറ്റ് 2025 എന്ന അതികഠിനമായ മെഡിക്കൽ എൻട്രൻസ് എക്സാമിൽ ഏറ്റവും മികച്ച വിജയം, അതായത് കേരള സംസ്ഥാനത്തിലെ തന്നെ 10ാം റാങ്ക് കരസ്ഥമാക്കിയ ഹർഷ് ജി ഹരിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. അപ്പോൾ ഹർഷ്, ആദ്യമേ തന്നെ വലിയൊരു കൺഗ്രാജുലേഷൻസ് നേരുന്നു. ഓക്കെ, അപ്പോൾ ഹർഷ്, എന്തായിരുന്നു ആ ഒരു നിമിഷം തോന്നിയത്? കാരണം വളരെ ടഫ് എന്ന് എല്ലാവരും പറഞ്ഞ ഒരു എക്സാം, ആ ഒരു എക്സാമിൽ ഇത്രയും മികച്ച ഒരു വിജയം കരസ്ഥമാക്കി ആ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോൾ അന്നേരം ഉണ്ടായിരുന്നൊരു ഇമോഷനൊക്കെ എങ്ങനെയായിരുന്നു? എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം എക്സാം ഒബ്വിയസ്ലി അത്രയും ടഫായിരുന്നല്ലോ. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിഷമമായിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷ അത്രയും അപ്പോൾ എഴുതാൻ പറ്റിയെങ്കിൽ തോന്നിയില്ല. പക്ഷെ പിന്നെ ഞാൻ എക്സാം കഴിഞ്ഞ് അന്ന് തന്നെ ഹോസ്റ്റലിൽ വന്ന് അപ്പോൾ ബ്രില്യൻ്റ് അപ്പോൾ തന്നെ ആൻസർ കീ റിലീസ് ചെയ്തല്ലോ. ആൻസർ കീ നോക്കിയപ്പോൾ എനിക്ക് 619 മാർക്കുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്കൊന്ന് കുറച്ച് സമാധാനമായി. കാരണം അതുവരെ ഞാൻ വിചാരിച്ച് എനിക്ക് മാത്രം ഇത്രയും പാടായിട്ടുള്ളായിരുന്നു, ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ലായിരുന്നു. പിന്നെ എല്ലാവരുടെയും കൂടി ഒന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. പക്ഷെ എന്നാലും എനിക്ക് ഇത്രയും റാങ്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ഈ രാവിലെ ആയിരുന്നു റാങ്ക് വന്നത്. അപ്പോൾ എണ്ണിക്കുന്ന തന്നെ അമ്മയച്ഛനൊന്ന് പറയുന്നു റാങ്ക് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഷോക്കും അൺഎക്സ്പെക്റ്റഡും എല്ലാം ഒരു ഭയങ്കര നല്ല ഫീലിംഗ് ആയിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ എനിക്കൊന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഈ ഓൾ ഇന്ത്യ റാങ്ക് 480 കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത റാങ്ക് ആയിരുന്നു. അപ്പോൾ എന്നാലും ഒരു നല്ല ഫീലിംഗ് തന്നെയായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഹർഷ് പറഞ്ഞ പോലെ തന്നെ ഹർഷൻ്റെ അച്ഛനും അമ്മയും അതുപോലെ കസിൻ ബ്രദറും കൂടെയുണ്ട്. അവരൊക്കെ ഒന്ന് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഇതെൻ്റെ അമ്മയുടെ പേര് ഗീത. അമ്മ ഇപ്പോൾ ഒമാനിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ അച്ഛൻ്റെ പേര് ഹരികുമാർ. അച്ഛൻ ഇപ്പോൾ ഒരു ബിസിനസ് ഓണറാണ്. എൻ്റെ കസിൻ ബ്രദർ ഗോഹൽ ഇപ്പോൾ ഡിപ്ലോമയ്ക്ക് ശേഷം ദുബായിൽ ജോലിക്ക് ചെയ്യുന്നു. എനിക്ക് ചേട്ടനുണ്ട്, ഹാരിഷ് ജി ഹരി. ചേട്ടൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു ജൂനിയർ ഡേറ്റ സയൻറ്റിസ്റ്റ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഹർഷം പറഞ്ഞു വളരെ ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു എന്നുള്ളത്. പലരും ഇത്ര ടഫ്നെസ് എന്താണേലും പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ. നമ്മൾ ആ ഒരു ബുക്ക്ലെറ്റൊക്കെ തുറന്ന ക്വസ്റ്റ്യനൊക്കെ വായിച്ചു കഴിയുമ്പോഴാണ് അയ്യോ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളൊരു ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തുന്നത്. അത് ടഫാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയായിരുന്നു? ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഈ എക്സാം എഴുതുന്ന ഞാൻ ഈ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആ ഒരു ഓർഡറിലായിരുന്നു. അപ്പം ഞാൻ ഈ ബയോളജി മൊത്തം എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായ എക്സാം ഒരു അത്യാവശ്യം ടഫാണെന്ന്. പിന്നെ ഞാൻ ഫിസിക്സ് ആദ്യത്തെ എനിക്കൊരു 5 ചോദ്യം കിട്ടിയില്ല. എനിക്ക് കുറച്ച് ടെൻഷനായി തുടങ്ങി. പക്ഷേ പിന്നെ എനിക്ക് എന്തോ ഭാഗ്യത്തിന് ഞാനിങ്ങനെ എക്സാം പാടാന്ന് ചിന്തിച്ചില്ല. ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എക്സാം ഭയങ്കര പാടായിരുന്നു, എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ലെന്ന്. പക്ഷെ ആ ഒരു എക്സാമിൻ്റെ ഡ്യൂറേഷൻ്റെ സമയത്ത് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ ഈ ചോദ്യം വായിക്കുന്നു, അടുത്ത ചോദ്യം പോകുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു ഇതുണ്ടായതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയത്. കാരണം എനിക്കൊരു വലിയൊരു ടെൻഷൻ തോന്നിയില്ല. കാരണം ഈ എക്സാമിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചില്ല എക്സാം പാടാണെന്ന്. നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിച്ചായിരുന്നെങ്കിൽ ടെൻഷൻ വന്നായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന്. ചുരുക്കത്തിൽ പറഞ്ഞാൽ യു ജസ്റ്റ് വെൻ വിത്ത് ദ ഫ്ലോ എന്നങ്ങ് പറയാല്ലേ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ വലിയൊരു കാര്യമാണ്. അത്രയും അവിടെ ടെൻഷൻ അടിച്ചിരിക്കാണ്ട് നമ്മളതങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഇത് ടഫായിരുന്നു, എല്ലാവർക്കും ടഫായിരുന്നു ഒക്കെ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് കിട്ടിയത്? കാരണം ഞാനിത് ചോദിക്കാൻ കാരണം ഇപ്പോൾ ഒരു ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മെയിൻ എക്സാമും ആയിക്കോട്ടെ, അതിപ്പോൾ നീറ്റ് ആയിക്കോട്ടെ, ജെഇ മെയിൻ ആയിക്കോട്ടെ, ജെഇ അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, ഏത് മുൻനിര എൻട്രൻസ് എക്സാം ആണെങ്കിലും അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ടാണ് നമ്മൾ ഈ ഒരു മെയിൻ എക്സാമിന് പോകുന്നത്. അപ്പോൾ ആ ഒരു മെയിൻ എക്സാം എഴുതി അത്രയും ആ ഒരു എക്സ്പീരിയൻസ്, ഈ പറഞ്ഞ ആ ഒരു കോൺഫിഡൻറ്റോട് കൂടി തന്നെ ഇത്രയും ടഫായിട്ടുള്ളൊരു എക്സാം എഴുതാൻ ഹർഷനെ സഹായിച്ചിരുന്നോ? ഒബ്വിയസ്ലി നമ്മളിങ്ങനെ ഇത്രയും എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് നാച്ചുറലി നമുക്ക് കൂടി വരും. പിന്നെ ഈ ബ്രില്യൻറ്റിൻ്റെ എക്സാം അത്യാവശ്യം ഒരു ഡിഫിക്കൽട്ട് ലെവൽ എക്സാം തന്നെയാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ഒരു ഡിഫിക്കൽട്ട് ചോദ്യം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പതറില്ല. അപ്പോൾ ഇങ്ങനെ ഈ കുറേ മോഡൽ എക്സാം എഴുതുമ്പോൾ ഒബ്വിയസ് നമ്മുടെ കോൺഫിഡൻസ് നല്ലോണം ബൂസ്റ്റ് ചെയ്യും. എനിക്ക് തോന്നി ബ്രില്യൻറ്റ് എക്സാമിൻ്റെ വളരെ നല്ല പ്ലസ് പോയിന്റ് ആണ്. കാരണം ഇതിപ്പോൾ എല്ലാം ഒരേ ടൈപ്പ് എക്സാം ആയിരിക്കില്ല. കാരണം ചിലത് എളുപ്പമാണെങ്കിലും ചില എക്സാം ഭയങ്കര നല്ല ലെവലിലായിരിക്കും. എനിക്ക് തോന്നി ബ്രില്യൻറ്റിൽ തന്നെ ഞാൻ ഒരു 2-3 എക്സാം ഫെയറുണ്ടായിരുന്നു ഈ നീറ്റ് ലെവല് വരുന്നത്. അപ്പോൾ ആ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഒബ്വിയസ്ലി ആ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ എക്സാം എഴുതിയപ്പോൾ. പിന്നെ ആ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ടഫാന്ന് എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ നീറ്റ് എക്സാം എഴുതുമ്പോഴേക്കും ഒരു ചെറിയ ധാരണ ഉണ്ടായിരുന്നു ഇത്രയും എക്സാം എനിക്ക് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫായിരിക്കും.
അപ്പം ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിപ്പോയാൽ മതി, ഞാൻ ആ ഒരു ചിന്തയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഹർഷിന്റെ +1 +2 പഠനകാലമൊക്കെ എവിടെയായിരുന്നു? അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെയാണ് ഇപ്പോൾ നീറ്റ് നേടിയത്. അപ്പോൾ നീറ്റ് നേടുന്നതിനായിട്ട് നമ്മുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ നമ്മുടെ ട്യൂട്ടേഴ്സ്, നമ്മുടെ ടീച്ചിങ് ഫാക്കൽറ്റി, പ്രൊഫസേഴ്സ് അവരൊക്കെ എത്രത്തോളമാണ് ഹെൽപ്പ് ചെയ്തത്? +1 +2 ഞാൻ സെൻറ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിലായിരുന്നു പഠിച്ചത്. അതിനുശേഷം ഞാൻ റിപ്പീറ്റ് ഡി ബ്ലോക്കിലേക്ക് തന്നെയാണ് വന്നത്. ഇവിടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ എൻ്റെ ഹോസ്റ്റലാണേലും അല്ലെങ്കിൽ ക്യാമ്പസ് ഫെസിലിറ്റീസ് ആണേലും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല ലെവലുള്ള ഇതാണ്. നമ്മളിപ്പോൾ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറഞ്ഞാൽ അവരൊരു വലിയ ഫാക്ടറാണ് എനിക്ക് ഇത്രയും നല്ലൊരു മാർക്ക് കിട്ടിയതിന്. കാരണം അവർ ഭയങ്കര സപ്പോർട്ടീവ് മാത്രമല്ല, അവർ പഠിപ്പിക്കുന്നതും ഒരു ഹൈ ലെവൽ ഓഫ് ടീച്ചിങ് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും എന്നെ പഠിപ്പിച്ച എല്ലാ സാറുമാരും എനിക്ക് തോന്നി ഭയങ്കര ഒരു ഇൻഡെപ്ത് ആയിട്ട് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഫാക്കൽറ്റീസ് നമുക്കിപ്പോൾ എപ്പോൾ ഡൗട്ട് ഉണ്ടല്ലോ അവരോട് എപ്പോൾ ഉള്ളതെന്ന് ചോദിക്കാം. ഇവിടെ ഇപ്പോൾ അവരുടെ ടീച്ചേഴ്സ് ലൗഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ അവർ നമുക്ക് ക്ലാസ് ഉള്ള സമയമാണെങ്കിലും റെഫറൻസ് ഇരിക്കുകയാണെങ്കിലും നമുക്ക് എപ്പോൾ പോകണം അവിടെ പോയി ഡൗട്ട് ചോദിച്ചാൽ അവരപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരും. ഇപ്പോൾ ആഫ്റ്റർ സ്കൂൾ അവേഴ്സ് ആണെങ്കിലും നമ്മളിപ്പോൾ ടാബി ഡൗട്ട് സെക്ഷൻ ഉണ്ടല്ലോ, അത് ഇട്ടാലും അവർ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ ഫാക്കൽറ്റീസ് വെച്ചോണെങ്കിൽ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഇപ്പോൾ പറഞ്ഞൊരു ഫാക്ടറാണ് നമ്മുടെ ഇവിടുത്തെ റെഫറൻസ് ഫെസിലിറ്റീസ് ഒക്കെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ ഇപ്പോൾ തന്നെ അടുത്ത വർഷത്തെ നീറ്റിനൊക്കെ ആയിട്ട് അവർ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അവർക്ക് വേണ്ടിയുള്ളൊരു ചോദ്യമാണ്. ബ്രില്യൻറ്റിൽ ഒരുപാട് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ ലേണിംഗ് ആപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ റെഫറൻസ് ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, ലൈബ്രറീസ് ആയിക്കോട്ടെ, ഇതൊക്കെ എങ്ങനെയാണ് എഫക്റ്റീവായിട്ടൊരു നീറ്റ് ആസ്പിരൻറ്റിന് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ ഹർഷ് എങ്ങനെയാണ് ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തത്? എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് ഈ ലേണിംഗ് ആപ്പ് തന്നെയായിരുന്നു. അത് സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. അവർ ബ്രില്യൻ്റ് ആണെങ്കിൽ തന്നെ അത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നു, കൂടുതൽ കാര്യങ്ങൾ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ വർഷം തന്നെ മറ്റേ AI ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ വളരെ നല്ല ഫീച്ചറാണ്. കാരണം നമുക്ക് ചെറിയ ഡൗട്ടുകളുണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ലേണിംഗ് ആപ്പിൽ പിന്നെ നമുക്ക് വീഡിയോ ക്ലാസ്സസും കൂടി ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ഭാഗം നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് കണ്ട് നമുക്ക് തറവാക്കി അപ്പം തന്നെ പോകാൻ പറ്റും. പിന്നെ ഈ ലേണിംഗ് ആപ്പിലെ കുറേ എക്സാംസ് ഉണ്ട്. അത് എല്ലാം ചെയ്യാൻ പറ്റൂലെങ്കിലും അത് നമ്മളിങ്ങനെ എക്സാംസ് ചെയ്തു പോകുന്നത് വളരെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ ലേണിംഗ് ആപ്പ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ബ്രില്യൻറ്റിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ് ടൂൾസ് തന്നെയാണിത്. പിന്നെ നമ്മളെ റെഫറൻസ് എന്ന് പറഞ്ഞാലും ഞാൻ അത്യാവശ്യം റെഫറൻസിന് ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ സമയവും നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു ഡ്രൈ ഫീലിംഗ് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇപ്പോൾ എപ്പോൾ തോന്നുമ്പോഴും ഞാൻ റെഫറൻസ് വന്നിരിക്കാറുണ്ട്. ഈ റെഫറൻസ് ആകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് എന്നല്ല പഠിക്കുന്നത്, ഈ വേറെ ആൾക്കാർ പഠിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ തന്നെയാണ് നമുക്കും കൂടി പഠിക്കാൻ. അപ്പോൾ നമുക്ക് റെഫറൻസ് ഇരിക്കുമ്പോൾ 8 മണിക്കൂർ 9 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ഒറ്റ സ്ട്രെച്ച് ഇരുന്ന് നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. റെഫറൻസ് ഇരിക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞ സ്റ്റാഫ് ക്വസ്റ്റ്യൻസ് ഡൗട്ടുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ നല്ല ഇതാണ്. അപ്പോൾ ഈ റെഫറൻസും ഒരു വളരെ നല്ല ഇതാണ്. നമ്മൾ എല്ലാവരും ഇല്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും റെഫറൻസ് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ നമ്മുടെ ഒരു പഠന ടൈം ഡ്യൂറേഷനെ പറ്റി പറഞ്ഞു ഹർഷ് പഠിക്കുന്നതിൻ്റെ. ഈ ടൈം ഡ്യൂറേഷൻ എങ്ങനെയാണ് ഹർഷ് ഡിവൈഡ് ചെയ്യുന്നത്? ലൈക്ക് ഇന്ന സബ്ജക്റ്റിന് ഇത്ര മണിക്കൂർ അങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചാണോ, അതോ ഹർഷിൻ്റെ തന്നെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടാക്ടിക്സ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ ടൈം ഡ്യൂറേഷൻ വെച്ചല്ല പഠിച്ചുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ എനിക്ക് കംഫർട്ടബിളായി തോന്നുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങിയാൽ അത് തീരുന്ന വരെ ഞാൻ ആ സബ്ജക്റ്റ് വന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ ദിവസങ്ങളുണ്ട് ഞാൻ കണ്ടിന്യൂസ് ബയോളജി മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ ഫൈനൽ എക്സാംസ് ഒക്കെ ആകുമ്പില്ലേ, ആ സമയങ്ങളിൽ ഞാൻ ബയോളജി മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു 2 മാസം മൊത്തം ഞാൻ ബയോളജി മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ സമയം ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ഫെമിലിയറായിട്ട് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും ഞാനിപ്പോൾ ഫിസിക്സ് തുടങ്ങുവാണെങ്കിൽ ഞാൻ മിക്കവാറും ആ ദിവസം മൊത്തം ഫിസിക്സ് മാത്രമേ ചെയ്യുള്ളൂ. കാരണം ആ ക്വസ്റ്റ്യൻ ചെയ്ത ആ ഫ്ലോ കിട്ടുമ്പോൾ എനിക്കത് ഡിസ്റ്റർബ് ചെയ്യുന്ന ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഓരോ ആൾക്കാർക്കും അവിടെ അനുസരിച്ച് ഉണ്ടാവുമല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ കുറച്ച് സമയം ഫിസിക്സ്, അത് പിന്നെ ബോറടിക്കുമ്പോൾ ബയോളജിയിലേക്ക് മാറും. അപ്പം അതാണ് സ്റ്റുഡൻസിന് ഇഷ്ടമെങ്കിൽ നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന വഴിക്കൂടെ തന്നെ ഫോളോ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ വേറെ ആൾക്കാർ എങ്ങനെ പഠിക്കുന്നത് അത് വെച്ച് നോക്കി
പഠിക്കുന്നത് നല്ല കാര്യമല്ല. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക, പിന്നെ നമുക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോഴും അത് ഉപയോഗിക്കുക. അതുപോലെ ഇപ്പോൾ നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചുകൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഡയറക്ടേഴ്സ് പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വന്ന് നമ്മളുമായിട്ട്, അതായത് വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ടോക്ക് എങ്ങനെയാണ് ഹർഷിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്? ആരാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? എൻ്റെ ക്ലാസ്സിൽ മിക്ക സമയം വരുന്നത് സ്റ്റീഫൻ സാർ തന്നെയായിരുന്നു. സ്റ്റീഫൻ സാറ് അറിയാലോ, ഭയങ്കര ഒരു കട്ട് ആൻഡ് സ്ട്രെയിറ്റ് ടൈപ്പ് മനുഷ്യനാണ്. സാർ സത്യമായിട്ട് തന്നെ പറയും. ചിലപ്പോൾ സാർ ഒന്ന് പറയാറുണ്ട് ഈ പോക്ക് പോവാണെങ്കിൽ കിട്ടൂലെന്ന്. അപ്പോൾ ചില സമയം നമുക്കത് കുറച്ച് ഡീമോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ അതൊരു ലോങ് റണ്ണിൽ നോക്കുമ്പോൾ അതൊരു നല്ല ഫാക്ടർ തന്നെയാണ്. കാരണം സാർ എന്താ പറയുക, നമുക്ക് സത്യം വിശ്വസിക്കാം. ഇപ്പോൾ സാറ് നമുക്ക് പറയുകയാണ് ഈ പോകുന്ന വഴി നല്ലതാണെന്ന് വെച്ചാൽ എന്തായാലും നല്ലതായിരിക്കും. ഇപ്പോൾ സ്റ്റീഫൻ സാറ് എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ച ഞങ്ങൾ ക്ലാസ്സിൽ വരുമായിരുന്നു. അതൊരു നല്ല ബെനിഫിഷ്യൽ ഫാക്ടർ ആയിരുന്നു എനിക്ക് തോന്നുന്നു. സാർ നമസ്കാരം. ഓക്കെ, അപ്പോൾ മികച്ചൊരു വിജയമാണ് ഹർഷ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഹർഷ് പറഞ്ഞു ഹർഷ് ഉറക്കത്തിൽ അമ്മയും അച്ഛനും വന്നാണ് ഹർഷിനോട് ഈ വിവരം പറഞ്ഞത് എന്നുള്ളത്. അതായത് ഹർഷിനേക്കാളും മുന്നേ ഈ റിസൾട്ടിൽ ഈ ഒരു മികച്ച വിജയം അറിഞ്ഞത് സാറും മാമുമാണ്. ആ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു ഇമോഷൻ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് വൈഫാണ് നോക്കിയിട്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ നീ ചെക്ക് ചെയ്യാൻ പറഞ്ഞു, ഇത് നമ്മുടെ ഹർഷ തന്നെയാണോ എന്ന്. അപ്പോൾ ആ ഒരു ഫീലായിരുന്നു ആദ്യമേ തോന്നിയത്. തീർച്ചയായിട്ടും അത് റിയലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ റിസൾട്ട് അറിഞ്ഞ് ശ്വാസം വിട്ടതിന് ശേഷം ഹർഷനെ വിളിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അതിനുശേഷം ആണ് ഹർഷനെ വിളിച്ച് പറഞ്ഞത്. അവനും ഇതുപോലെ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റെടുത്ത് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുക ചെയ്തത്. അപ്പോൾ വളരെ ഒരു സന്തോഷം തോന്നിയ സമയമായിരുന്നു അത്. സാർ, അതുപോലെ എന്തുകൊണ്ടാണ് ബ്രില്യൻ്റ് തന്നെ ചൂസ് ചെയ്തത്? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയതോളം നിങ്ങളെല്ലാവരും ഒമാൻ ബേസ്ഡ് ആയിരുന്നു അല്ലേ? അപ്പോൾ അവിടുന്ന് ഈ ഒരു എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് ബ്രില്യൻ്റ് തന്നെ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? ബ്രില്യൻ്റ് ഓപ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം ബ്രില്യൻ്റ് കുട്ടികൾക്ക് കൊടുക്കുന്ന കോച്ചിങ്ങിനെ കുറിച്ച് ഒരു ധാരണയുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. എൻ്റെ മൂത്ത മകൻ ഹാരിഷും ബ്രില്യൻറ്റിൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു. 11th 12th സെൻറ്റ് ആൻ്റണി സ്കൂളിൽ റെസിഡൻറ്റ് സ്റ്റുഡൻ്റായിട്ട് തന്നെ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് മകന് കീമിനോട് എഞ്ചിനീയറിംഗ് ലഭിക്കുകയും പ്ലേസ്മെൻറ്റിലുള്ള ജോലി കിട്ടുകയും ചെയ്തു. ആ ഒരു വിശ്വാസവും പിന്നെ ബ്രില്യൻ്റ് എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ള ഒരു ബോധത്തോടു കൂടി ആണ് നമ്മൾ ബ്രില്യൻ്റ് ചൂസ് ചെയ്തത്. അതിന് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. മാം നമസ്കാരം. ഒരു റിപ്പീറ്റർ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ റിപ്പീറ്റർ വിദ്യാർത്ഥിയും അതുപോലെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പേരൻസുമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു ലിങ്ക് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ മെൻറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഹർഷിൻ്റെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും അറിയിച്ചുകൊണ്ടിരുന്നതും ആ വ്യക്തി തന്നെയാണ്. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പുറത്താണ്. അപ്പം ഹർഷിനെ ഞങ്ങൾ നാട്ടിലാക്കിയിട്ട് ഫുൾ ഫാമിലി പുറത്ത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഞങ്ങൾക്ക് ശരിക്കും അത് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഡിഫറൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ടൈം ടു ടൈം ഹർഷിൻ്റെ ക്ലാസ് മിസ് റോഷ്നി മിസ്സായിരുന്നു. ടൈം ടു ടൈം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരുമായിരുന്നു. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിട്ട് ഇറ്റ് ഈസ് ടൈം ടു ടൈം. അതുപോലെ തന്നെ ഹോസ്റ്റൽ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഹർഷനെ ഞങ്ങൾ ഹോസ്റ്റലിലാക്കിയിട്ട് പുറത്ത് നിൽക്കാന്നൊരു ഫീലിംഗ് ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അജിത് സാറാണെങ്കിൽ ഏത് രാത്രി ഇപ്പം ഞങ്ങൾ യൂഷ്വലി നൈറ്റിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പം ഏത് രാത്രിയിൽ തന്നെ വിളിച്ചാലും ഈവൻ എന്തെങ്കിലും അസുഖമാണെങ്കിൽ കൂടി തന്നെ ഏത് രാത്രി വിളിച്ചാലും അപ്പോൾ തന്നെ ഞങ്ങൾക്ക് റിപ്ലൈ തരുമായിരുന്നു. ഫുഡാണെങ്കിൽ തന്നെയും ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റുമ്പം എന്താവും എന്നറിയത്തില്ലായിരുന്നല്ലോ. പക്ഷേ ഫുഡ് ശരിക്കും കുട്ടികൾക്ക് മോസ്റ്റ് ഓഫ് അവരുടെ ആ ഒരു കാലിബറിനനുസരിച്ച് വേണം. അവർ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടുന്ന നല്ല രീതിയിലുള്ള ഹൈജീനിക്കും 100% നമുക്ക് വിശ്വസിക്കാൻ തരുന്നില്ല ഫുഡും ഹോസ്റ്റൽ ഫെസിലിറ്റീസും. അതുപോലെ റോസ്നി മിസ് ആയാലും അജിത് സാറാണെങ്കിലും രാഹുൽ സാറാണെങ്കിലും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ടൈം ടു ടൈം അപ്ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹർഷ്, അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, നീറ്റ് ആസ്പിരന്റ്, അതായത് 2026 നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള അഡ്വൈസാണ്. അവരൊരിക്കലും ചെയ്യരുത് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഹർഷിന്റെ ഭാഗത്തു നിന്ന് എന്താണ്? നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കണമെങ്കിൽ കുറേ ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം നമ്മുടെ മാർക്കും നമ്മുടെ അറിയാവുന്ന കൂട്ടുകാരുടെ മാർക്ക് വെച്ച് കമ്പയർ ചെയ്യുന്ന സത്യത്തിൽ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിനെ മാത്രമേ ബാധിക്കുക മാത്രമല്ല നമ്മുടെ മെൻ്റലി അത് ഡൗൺ ആക്കും.
കാരണം ഇത് ഒന്നാമത് ഈ ഒരു ലക്ക് ഫാക്ടർ ഉണ്ട്. ഓരോ എക്സാമിനും അവരുടെ ലക്ക് അനുസരിച്ചാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ഈ എക്സാമിന് എനിക്ക് നല്ലോണം സ്കോർ ചെയ്താൻ പറ്റിയാലും ചിലപ്പോൾ നാളത്തെ എക്സാമിന് എനിക്ക് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഒരിക്കലും വേറെ ആൾക്കാരുടെ കൂടെ നമ്മുടെ മാർക്ക് കമ്പയർ ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോഴും നമ്മളുമായി തന്നെ കമ്പയർ ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ എക്സാമും കഴിഞ്ഞ എക്സാമിനേക്കാൾ കുറച്ചിട്ട് നമ്മൾ ബെറ്റർ ചെയ്യാൻ പറ്റിയോ, അതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും മെയിൻ ഫാക്ടർ നമ്മളിപ്പോൾ നോക്കുന്നത്. സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മളിപ്പോഴും നോക്കേണ്ടത്. അപ്പോൾ കമ്പയർ അങ്ങനെ ചെയ്യരുതെന്നാണ്, ഒരിക്കലും ചെയ്യരുതെന്ന് ഹർഷന് പറയാനായിട്ടുള്ളൂ. ഇനി നിർബന്ധമായിട്ടും ഓരോ നീറ്റ് ആസ്പിരൻറ്റും ചെയ്യണം, അതായത് ഉറപ്പായിട്ടും ചെയ്യണം എന്നുള്ളൊരു സജഷൻ എന്താണ്? 2-3 ഉണ്ട്. ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഹെൽത്തി സ്ലീപ്പ് സ്കെഡ്യൂൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അത് കുറേ ആൾക്കാർ ഓവർലുക്ക് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ആൾക്കാർ വിചാരിക്കും ഞാനിപ്പോൾ ഒരു എക്സ്ട്രാ 2 മണിക്കൂർ പഠിച്ചിട്ട് ആ സമയം ഉറക്കത്തിൽ നിന്ന് മാറ്റി വെച്ചാൽ നമുക്ക് എല്ലാ ദിവസം അങ്ങനെ വെച്ചാൽ കുറേ പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ അത് അങ്ങനല്ല. നമുക്കിപ്പോൾ ഈ സ്ലീപ്പ് ഡെപ്രിവേഷൻ്റെ എഫക്റ്റ് നമ്മളെ ഇമ്മീഡിയറ്റ്ലി എഫക്റ്റ് ചെയ്തില്ലെങ്കിലും അതൊരു സമയം കൂടുന്തോറും അതിൻ്റെ എഫക്റ്റ് ബിൽഡപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഇവൻച്വലി നമ്മുടെ എഫിഷ്യൻസി നല്ലോണം കുറയും. നമുക്ക് പിന്നെ പഠിക്കാനും തോന്നില്ല, സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാനും തോന്നില്ല. അപ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ ദിവസവും ഒരു 7-8 മണിക്കൂർ എന്തായാലും ഉറങ്ങാം, മിനിമം 7 മണിക്കൂർ ഉറങ്ങാൻ നോക്കണം. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. രണ്ടാമത്തെ പിന്നെ എല്ലാവരും പറയുന്ന കണക്ക് ബയോളജി NCERT. ഈ ബയോളജി NCERT നമ്മൾ എല്ലാ ലൈനും കൃത്യമായിട്ട് വായിച്ചു പോകണം. കാരണം നമുക്ക് ഈ വർഷം എക്സാം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല അടുത്ത വർഷം എക്സാം എങ്ങനെ ആവാൻ പോകുന്നത്, അവരെവിടുന്ന് ചോദ്യം ചോദിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ ബയോളജി NCERT വളരെ വ്യക്തമായിട്ട് വായിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഹർഷ് ആൻഡ് ഫാമിലി ഈ ഒരു മികച്ച വിജയം കരസ്ഥമാക്കി നമ്മുടെ സെൻറ്ററിൽ വന്ന് നമ്മളോടൊപ്പം ഇങ്ങനെ ഇരുന്ന ഈ ഒരു ഇൻ്റർവ്യൂ തരാൻ സാധിച്ചതിൽ ഞാൻ എല്ലാവരോടും തന്നെ നന്ദി പറയുന്നു. ആൻഡ് വൺസ് അഗെയിൻ ഹർഷ് ബിഗ് കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് വിജയങ്ങൾ ഹർഷിനെ തേടിയെത്തട്ടെ. ഹർഷ് ആഗ്രഹിച്ച ഒരു കോളേജിൽ തന്നെ അഡ്മിഷൻ നേടി മികച്ചൊരു ഡോക്ടറായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് തന്നെ ഹർഷ് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി തന്നെ ആശംസിക്കുകയാണ്. സോ താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.